ശ്രീ ബിപിൻ സി ബാബു ചേർന്നു. ശ്രീ ബിപിൻ സി ബാബു, ഇന്നിപ്പോൾ താങ്കൾ പാർട്ടി വിടുകയാണ്, പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേരുന്നു. ഈ പറയുന്ന ഈ ആലപ്പുഴയിലെ എന്താണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം പലയാവർത്തി നോക്കിയിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത ആ വിഭാഗീയതയുടെ ഒരു തുടർച്ചയാണോ താങ്കളുടെ പാർട്ടി വിടൽ? താങ്കൾ ഇപ്പോൾ പറയുന്ന കാരണങ്ങൾ വേറെയാണെങ്കിലും ശ്രീ ബിപിൻ സി ബാബു. ശ്രീ ബിപിൻ സി ബാബു കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന ആലപ്പുഴയിൽ വിഭാഗീയതയുണ്ട്, കടുത്ത വിഭാഗീയതയുണ്ട്. അത് സംസ്ഥാന നേതൃത്വം പലയാവർത്തി പരിഹരിക്കാൻ നോക്കും തോറും കൂടുതൽ കുഴയുന്ന ഒരു സങ്കീർണാവസ്ഥ അവിടെയുണ്ട്. അതിൻ്റെ തുടർച്ചയാണോ താങ്കളും പാർട്ടി വിടാനുള്ള കാരണം? താങ്കൾ പുറത്തു പറയുന്ന കാരണം വേറെയാണെങ്കിലും. വിഭാഗീയത പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതുമാത്രമല്ല പാർട്ടി വിടാനുണ്ടായ കാരണം. പിന്നെന്താണ് അങ്ങ് പാർട്ടി വിടാനുള്ള കാരണം ശ്രീ ബിപിൻ സി ബാബു? പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കൂടാതെ പാർട്ടിയുടെ നയങ്ങൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ, മുദ്രാവാക്യങ്ങളെല്ലാം പൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല ശ്രീ ബിപിൻ സി ബാബു, ഇവിടെ താങ്കൾക്ക് എത്ര വയസ്സുണ്ടാകും? താങ്കൾക്ക് 40 വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ പരമാവധി? എനിക്ക് 42. 42 ഒരു CPM പോലൊരു പ്രസ്ഥാനത്തിൽ 42 വയസ്സിൽ ഒരു കേഡറിന് നൽകാവുന്ന സകലവിധമായ സ്ഥാനമാനങ്ങളും സകലവിധമായ പാർലമെന്ററി പൊസിഷൻ, ഇനി താങ്കൾ അവിടെ ആവാനുള്ളത് MLA MP മാത്രമേ ഉള്ളൂ. അതൊക്കെ നൽകിയ CPM-നെ ഒറ്റ രാത്രി ഫൈൻ ഡേ തള്ളിപ്പറഞ്ഞ് BJP-യിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക് ശ്രീ? ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ തള്ളിപ്പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ പാർലമെന്റൽ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ഉണ്ടായ ദയനീയ പരാജയം നമ്മളെല്ലാം കണ്ടതാണ്. CPM 3-ാം സ്ഥാനത്ത് പോയി. എന്തുകൊണ്ടാണ് CPM 3-ാം സ്ഥാനത്ത് പോയത്? ജനങ്ങൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് 3-ാം സ്ഥാനത്ത് പോയത്. ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ബോധ്യപ്പെട്ടില്ലേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? അല്ല, ഞാൻ പറഞ്ഞത് ആലപ്പുഴ പോലൊരു സ്ഥലത്ത് അവിടുത്തെ MLA-മാർ 9 MLA-മാർ എത്ര LDF-ന് എത്ര പേരാണല്ലോ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അവിടുത്തെ പാർട്ടിയുടെ സംഘടനാ ബലം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പോഴും പാർട്ടി പരിപാടികൾക്ക് ആൾ കൂടുന്ന കാര്യം ആരെക്കാളെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യത്തിൽ വോട്ട് കുറച്ച് മറിഞ്ഞു എന്ന് കരുതി പാർട്ടി അവിടെ അങ്ങ് ഇല്ലാതായി പോകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശരിക്കും ശ്രീ ബിപിൻ സി ബാബു? ആലപ്പുഴയല്ലേ അത്? ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ കഴിഞ്ഞ 3 വർഷത്തിനുണ്ടായ മാറ്റം വളരെ വലുതാണ്. ഇപ്പം എൻ്റെ പ്രദേശം കായംകുളമാണ്. കായംകുളത്ത് ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ പൊതുസമ്മേളനം നടത്താൻ ആളില്ലാതെ മാറ്റിവെച്ച ലോക്കൽ കമ്മിറ്റികളുണ്ട് കായംകുളം ഏരിയയിൽ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഏറ്റവും കുറഞ്ഞത് 15 പേരാണ് ഒരു ബ്രാഞ്ചിലുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലങ്ങൾക്ക് മുമ്പ് വരെ ഒരു ബ്രാഞ്ച് സമ്മേളനം നടന്നാൽ ആ ബ്രാഞ്ചിലെ 15 പാർട്ടി മെമ്പർമാരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും അവധിയെടുത്ത് 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കായംകുളത്ത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 5ഉം 4ഉം വരെ വെച്ച് ബ്രാഞ്ച് സമ്മേളനം പേരിന് വേണ്ടി നടത്തുന്ന രൂപത്തിലേക്ക് പാർട്ടി എത്തി. ഓക്കെ, പക്ഷെ അത് താങ്കൾക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ ഈ അടുത്ത കാലം വരെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മുഖം എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കും അതിലൊക്കെ വേണമെങ്കിൽ ആരോപിക്കും. നോക്കൂ, ഇപ്പോൾ താങ്കളുടെ ഭൂതകാലം പരിശോധിച്ചാൽ താങ്കൾ ആദ്യം മത്സരിക്കുന്നത് എവിടെയാണ്? താങ്കൾ ആദ്യം മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ആദ്യ മത്സരത്തിൽ താങ്കൾ ജയിക്കുന്നു. ആ മത്സരത്തിൽ തന്നെ താങ്കളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു 15-ൽ 20 വരെ. അതിൻ്റെ കാലാവധി കഴിയുന്നു. താങ്കളെ നേരെ ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി വിടുകയാണ്. അവിടെ ജയിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അവിടെ ഉപാധ്യക്ഷൻ, അവിടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. അതിനുശേഷം ഈ CPM CPI മാറ്റത്തെ തുടർന്നാണ് താങ്കൾക്ക് അവിടുന്ന് മാറേണ്ടി വരുന്നത്. താങ്കൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നു, SFIയുടെ സംസ്ഥാന സമിതിയിലെത്തുന്നു. താങ്കൾ DYFIയുടെ ജില്ലാ നേതാവാകുന്നു, GYFIയുടെ സംസ്ഥാന നേതാവാകുന്നു. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലടക്കം താങ്കൾ പ്രതിനിധിയാകുന്നു. താങ്കൾക്ക് സംഘടനാപരമായി താങ്കളുടെ അമ്മ പത്തിയൂർ പഞ്ചായത്തിൽ 2 തവണ പ്രസിഡന്റ് ആകുന്നു അല്ലേ? 95 മുതൽ CPM-ൻ്റെ ഒരു ജനപ്രതിനിധിയുള്ള വീടാണ് നിങ്ങളുടെ വീട്. ഇപ്പോൾ താങ്കളെക്കാൾ സീനിയറായ, ഒരുപക്ഷെ താങ്കളെക്കാൾ കഴിവുള്ള എത്ര നേതാക്കൾ അവിടെ ഉണ്ടെന്നേ. താങ്കളെക്കാൾ സീനിയറായ, താങ്കളെക്കാൾ കഴിവുള്ള എത്രയെത്ര ചെറുപ്പക്കാരും അല്ലാത്തവരുമായ നേതാക്കൾ ഇതുവരെ ഒരു പാർലമെന്ററി പൊസിഷൻ കിട്ടാതെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന എത്ര മനുഷ്യരുള്ള സ്ഥലമാണ് ആലപ്പുഴ.
ഇത്രയും 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 കാര്യങ്ങൾ അങ്ങേക്ക് ഈ പാർട്ടി വാരിക്കോരി തന്നിട്ടും അങ്ങ് വിട്ടുപോവാണ്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. പാർട്ടിയുടെ ഇന്നത്തെ പോക്കാണ് പ്രശ്നം. അല്ല സാർ, അല്ല അല്ല താങ്കളുടെ ജീവിതത്തിൽ ഇപ്പൊ താങ്കളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ വ്യക്തിപരമായ പ്രശ്നത്തിൽ പാർട്ടിക്ക് ഇടപെടേണ്ട സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടാണത്? അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണല്ലോ ഇടപെടേണ്ടി വരുന്നത്. ഒരു പരാതിയുടെ പേരിൽ താങ്കൾക്കെതിരെ പാർട്ടിക്ക് നടപടി എടുത്തേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. പാർട്ടി നടപടിയെടുത്തു. അന്ന് മുതൽ താങ്കൾ അകലുന്നു. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യവശാൽ ആ വ്യക്തിപരമായ പ്രശ്നം ഉണ്ടാവാതിരിക്കുകയും പാർട്ടിയിലേക്ക് ഒരു പരാതി പോകാതിരിക്കുകയും പാർട്ടി താങ്കൾക്ക് നടപടി എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴും CPM ആകുമായിരുന്നു താങ്കൾക്ക് മതനിരപേക്ഷ പാർട്ടി, അല്ലേ? ആഷ്മി, അതല്ല പറഞ്ഞത്. എന്നെ നടപടിയെടുത്തത് 2 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ്. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ പാർട്ടിയിലേക്ക് എന്നെ തിരികെ എടുത്തതിന് ശേഷമാണ് പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായത്. പാർലമെന്റ് ഇലക്ഷനിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഭാര്യ പാർട്ടിക്ക് പരാതി കൊടുത്തു, എന്നെ നടപടിയെടുത്തു. അത് കാലങ്ങളായി കഴിഞ്ഞിട്ട് അല്ല താങ്കളെ പോലെ അവിടെ ബാബു എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. താങ്കളെ പാർട്ടി കൈവെള്ളയിലെടുത്ത് താങ്കളെ പാർട്ടി താങ്കളുടെ കഴിവിനും താങ്കളുടെ ഒരുപക്ഷെ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ താങ്കളെക്കാൾ യോഗ്യതയുള്ള SFI നേതാക്കൾ എനിക്കറിയാം, വ്യക്തിപരമായി അറിയാവുന്ന ആളായതുകൊണ്ട് താങ്കളുടെ യോഗ്യതയ്ക്കപ്പുറത്തേക്ക് താങ്കളെ വളർത്തിയെടുത്തു പാർട്ടി. അതിന് ഒരു കാരണം എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ പക്ഷേ പുറത്തു പറയുന്നില്ല. അങ്ങനെ താങ്കളെ ചെറിപ്പിക്ക് എന്ന് നടത്തുന്ന രീതിയിൽ താങ്കളെ എടുത്ത് പാർട്ടി വളർത്തി വലുതാക്കുമായിരുന്നു. ബാക്കി ആർക്കും കൊടുക്കാത്ത പരിഗണനകൾ കൊടുത്ത് പാർട്ടി താങ്കളെ എടുത്ത് അങ്ങ് വലുതാക്കുമായിരുന്നു. പാർട്ടിയുമായി താങ്കൾ അകന്നു. അതിനുള്ള കാരണം ഈ പറയുന്ന താങ്കളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം. താങ്കളുടെ ഭാര്യയും പാർട്ടി നേതാവാണ്. സ്വാഭാവികമായിട്ട് കൊടുക്കുമ്പോൾ പാർട്ടിക്ക് നടപടിയെടുക്കാൻ വയ്യല്ലോ. ശ്രീ ബിപിൻ സി ബാബു പാർട്ടി നടപടിയെടുത്ത് എത്രയോ നേതാക്കൾ ഈ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അവർ തിരിച്ചു വരുന്നില്ലേ? അപ്പോഴേക്കും മതേതര പാർട്ടി BJP ആണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ താങ്കളുടെ പോയ കാലത്തെ രാഷ്ട്രീയ ബലം എന്നല്ലേ നാട് മനസ്സിലാക്കും ബിപിൻ സി ബാബു? ആഷ്മി, എനിക്ക് പാർട്ടി തന്ന അംഗീകാരം 1997 മുതൽ ഞാൻ SFI രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഇന്ന് 2024 എത്തി. ഞാൻ 10-40 കേസുകളിൽ പ്രതിയായിരുന്നു. 100-ലധികം ദിവസങ്ങൾ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് സമര പോരാട്ടങ്ങളുടെ ഭാഗമായി. നല്ല ത്യാഗം സഹിച്ച് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. എനിക്ക് വെറുതെ തന്നതല്ല പാർട്ടി സ്ഥാനങ്ങളൊന്നും. നല്ലപോലെ പ്രവർത്തിച്ചിട്ട് നൽകിയതാണ്. അബിൻ ഷാ എന്ന് പറയുന്ന അവിടെ ഒരു നേതാവ് താങ്കൾക്ക് അറിയാവുന്ന ആളാണ്. വേറെ രൂപത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ അബിൻ ഷാ എന്നൊരു നേതാവ് അവിടെ താങ്കൾക്ക് അറിയാവുന്നതാണ്. പാർട്ടിയുടെ വലിയാറുണ്ട്, ബാബുജാനുണ്ട്, എത്ര കഴിവുറ്റ നേതാക്കളുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നിൽക്കുന്നതും? ബാബുജി സഖാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 3 തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. സ്പിന്നിംഗ് മിൽ ചെയർമാനായിരുന്നു അദ്ദേഹം. താങ്കൾക്കൊന്നും കിട്ടാതിട്ടുണ്ടോ? വഹിച്ചിട്ടുള്ളവരാണ്. താങ്കൾക്കൊന്നും കിട്ടാതിട്ടുണ്ടോ? ഞാൻ താങ്കളുടെ പ്രായം വെച്ച് CPM വിടുന്നത് അല്ല, താങ്കളുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രായത്തിൽ ഇത്രത്തോളം പരിഗണനയും അംഗീകാരം കിട്ടിയ ഏത് കുടുംബമുണ്ട് നിങ്ങളുടെ നാട്ടിൽ? ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം ചോദിക്കില്ല, അങ്ങയുടെ കുടുംബത്തിന് തന്നെ പാർട്ടി കൊടുത്ത പരിഗണന എത്രത്തോളം വലിയ പരിഗണനയാണ്? CPM എന്ന് പറയുന്ന ആഷ്മി, ഞാൻ CPM എന്ന പ്രസ്ഥാനം വിടുന്നത് ആ പ്രസ്ഥാനത്തിന് ഇന്ന് ആലപ്പുഴ ജില്ലയിലുണ്ടായ മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ്. ആലപ്പുഴയിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വർഗീയമായ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ്? തീവ്രവാദികളും വർഗീയവാദികളും ഈ പ്രസ്ഥാനത്തേക്ക് ചേക്കേറുകയാണ്. താങ്കൾ പുതിയ ക്യാമ്പിലേക്ക് മാറുമ്പോൾ താങ്കൾ ഉൾവിളിയല്ലേ? ഇക്കാലം അത്രയും താങ്കൾക്ക് ഉണ്ടായില്ലല്ലോ. പറ്റാത്ത രൂപത്തിലേക്ക് താങ്കളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, തിരിച്ചെടുത്തപ്പോൾ താങ്കളെ തരം താഴ്ത്തിയാണ് തിരിച്ചെടുത്തത്. താങ്കൾക്കുണ്ടായിരുന്ന ഉഗ്രപ്രതാപം നഷ്ടപ്പെട്ടു. താങ്കൾക്ക് പാർട്ടിയിലേക്ക് ഇനി തിരിച്ച് പഴയ പ്രതാപത്തിൽ വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവല്ലേ സാർ? അതിനപ്പുറം എന്താണ് കേക്കിന് മുകളിൽ വെക്കുന്ന ഐസിംഗ് അല്ലേ താങ്കൾ ഈ പറയുന്ന വർഗീയതയും ഈ പറയുന്ന മതമൗലികതയൊക്കെ? പാർട്ടിയല്ലേ, എന്റെ നാട്ടിലെ പാർട്ടിയല്ലേ. പക്ഷെ ആ സ്ഥിതി അല്ല ഇന്ന് പാർട്ടിയുടേത്. പാർട്ടിയുടെ സ്ഥിതി, പാർട്ടിയിലുള്ള വിശ്വാസം ഇന്ന് ജനങ്ങൾക്ക് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ടു. എന്താണ്, ഒരു ലോക്സഭയിൽ കുറച്ച് വോട്ട് കുറഞ്ഞുകൊണ്ടാണോ താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? അതാണോ താങ്കൾക്ക് BJPയിലേക്ക് പോകാനുള്ള കാരണം? അതുകൊണ്ട് മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ സ്ഥിതി എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പാർട്ടിക്കുള്ളിലെ സ്ഥിതി എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ ആഷ്മിയോട് പറഞ്ഞു. എൻ്റെ നാട്ടിൽ പല ലോക്കൽ സമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങൾ നടന്നില്ല. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പകുതിയിൽ കൂടുതൽ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 5-4 പേരെ വെച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥ CPM ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്? ജി സുധാകരൻ സാറിനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാ? ജി സുധാകരൻ സാറിനെ ഇതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പൊതുപ്രവർത്തകരാണ്, സത്യസന്ധനാണ്.
ജി സുധാകരൻ അനുഭവം അദ്ദേഹത്തോട് എന്താണ്? കാട്ടിയ അവഗണന എന്താണ്? എന്ത് അവഗണന കാട്ടി? ജി സുധാകരനെ 4 തവണ പാർട്ടി MLA ആക്കിയോ? ജി സുധാകരനെ 3 തവണ പാർട്ടി മന്ത്രിയാക്കിയോ? കാണിക്കുന്ന പാർട്ടി എന്ത് അവഗണന കാട്ടിയെന്നാണ് ആലോചിച്ച് നോക്കൂ. അല്ല ആലോചിച്ച് നോക്കൂ ശ്രീനിവാസ് ബാബു, അദ്ദേഹത്തെ 4 തവണ 20 വർഷം പാർട്ടി MLA ആയില്ലേ? 3 വർഷം അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കിയില്ലേ? അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി ദീർഘകാലം ഇരുന്നില്ലേ? SFയുടെ ആദ്യ സെക്രട്ടറി ഈ പറയുന്ന ജി സുധാകരനായിരുന്നില്ലേ? സാർ, മനുഷ്യന് പ്രായമാവില്ലേ? മനുഷ്യന് പ്രായമാകുമ്പോൾ പുതിയ ആളുകൾ വരണ്ടേ? അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് അതും ഇപ്പൊ ഏറ്റവും ഒടുവില്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടെന്താണ് ഇപ്പോൾ ഈ ജി സുധാകരന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസൃതമായി പാർട്ടി കൊടുക്കാത്ത പദവി എന്താണെന്ന് പറയൂ. ഏറ്റവും ഒടുവിൽ ആഞ്ചലോസിനെതിരായ കാര്യം പുറത്തു പറയുകയാണ്. അദ്ദേഹം CPM നിന്നപ്പോൾ അതിന്റെ സുഖലോലുപത അനുഭവിക്കുമ്പോൾ അതിന്റെ പദവികൾ മൊത്തം അലങ്കരിക്കുമ്പോൾ സുധാകരൻ ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ലോ. മാനദണ്ഡ പ്രകാരം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് പ്രശ്നമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. അതൊക്കെ ശരിയാണോ? സുധാകരൻ എന്താ അവണ്ണ കാട്ടിയെന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇന്ന് പോളിറ്റ് ബ്യൂറോയിലുണ്ടോ? അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലുണ്ടോ? അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലെടുത്തോ? പോളിറ്റ് ബ്യൂറോയിലെടുത്തോ? അദ്ദേഹം ആദ്യത്തെ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് തന്നെയാണ് സാർ. അദ്ദേഹം ആദ്യത്തെ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതകാലം മുഴുവൻ നാട്ടിലെ പാർട്ടിയുടെ തലപ്പക്കമുള്ള നേതാവായി അദ്ദേഹത്തിന്റെ ജീവിതകാലം ഇത്രത്തോളം നാട്ടിൽ തലപ്പക്കമുള്ള പാർട്ടിയുടെ നേതാവായി നിന്നു. അദ്ദേഹത്തെ പാർട്ടി 4 തവണ സാമാജികനാക്കി. അദ്ദേഹത്തെ പാർട്ടി 3 തവണ മന്ത്രിയാക്കി. സാർ, എല്ലാ കാലവും എല്ലാവർക്കും MLA മന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ? വിരാജിക്കാൻ പറ്റുമോ? അങ്ങനെ ആവാവോ? അധികാര കൊതി അത്ര ആവാവോ? അങ്ങനെ വേണമെന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം പാർട്ടിയിൽ കൊടുക്കണമല്ലോ. കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സകലവിധമായ പരിഗണന കൊടുത്ത് ഒരു തവണ MLA സീറ്റ് കിട്ടുന്നില്ല എന്നറിയുമ്പോഴേക്കും നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നറിയുമ്പോഴേക്കും പ്രതിഷേധ സൂചകമായി സംസ്ഥാന സമിതി അംഗം ഒഴിയുകയാണ്. ഒരു പാർട്ടി പരിപാടിക്ക് പോവാതിരിക്കുകയാണ്. മുള്ളും മുനയും വെച്ച് ഓരോന്ന് പറയുകയാണ്. എന്താണ് കവിത എന്ന മട്ടിൽ എന്തൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇക്കാലം അത്രയും ഈ പാർട്ടിയുടെ എല്ലാമായി എന്ന മനുഷ്യൻ ഒരു MLA സീറ്റ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അങ്ങ് കടകം തിരികെയാണ്. എല്ലാ പരിപാടിയിലും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ആഷ്മി, ഞാൻ പറയട്ടെ, ഒരു പാർട്ടി അംഗമായ ആൾ എല്ലാ പാർട്ടി പരിപാടിക്കും പോകേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ വെറും ഒരു പാർട്ടി അംഗമാക്കി മാത്രം മാറ്റിയില്ലേ ഈ പാർട്ടി? അദ്ദേഹത്തെ അങ്ങനെ ഇരിക്കേണ്ട ആളാണോ? അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. പിന്നെ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും അദ്ദേഹത്തിന് കൂടുതൽ പദവികൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് MLA സീറ്റ് കൊടുക്കാത്തതിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണിക്കുന്നില്ലേ? അതുവരെ ഇല്ലാത്ത കുറ്റവും കുറവും പാർട്ടിക്ക് അദ്ദേഹം ചാർത്തി കൊടുക്കല്ലേ? ശ്രീ വിപിൻ സി ബാബു, ഇവിടെ എന്താണ് അദ്ദേഹത്തിന് MLA സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം നേരെ തിരിഞ്ഞു നിൽക്കലല്ലേ? അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി വിടുന്നതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്തോ വിജയൻ എന്ന് പേര് കിട്ടിയ വിജയൻ, കാര്യമൊക്കെ ശരിയാണ്. CPM-നെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമൊക്കെ ഉണ്ട്. ഇത് ഇക്കാലം അത്രയും ആ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എല്ലാ പദവികളും കിട്ടി ഒരൊറ്റ MLA സീറ്റ് കിട്ടാതാകുമ്പോഴേക്കും പിന്നെ മുള്ളും മുനയും വെച്ചുള്ള ഓരോ വർത്തമാനമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൂടുതൽ പരിഗണന കൊടുക്കുന്നില്ല എന്നതിന്റെ മറുപടി അദ്ദേഹം തന്നെ പറയുന്നില്ല. നിയമസഭാംഗമാക്കിയത് മാത്രമല്ലല്ലോ. ജി സുധാകരനോട് ഒരു അവഗണനം കാണിച്ചിട്ടില്ല പാർട്ടിയോടെ. 4 തവണ നിയമസഭാംഗമാക്കിയതല്ലോ എല്ലാ അംഗീകാരവും. പാർട്ടിക്കകത്ത് അംഗീകാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലല്ലോ. പാർട്ടിക്കകത്ത് എന്ത് അംഗീകാരമാണ് സാർ കൊടുക്കാതെ? അദ്ദേഹമല്ലേ SFയുടെ ആദ്യ സെക്രട്ടറി? അദ്ദേഹം ജില്ലാ സെക്രട്ടറി ദീർഘകാലം ശക്തനായി വിരാജിച്ചില്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനനുസൃതമായി എല്ലാം പാർട്ടി എല്ലാ കാലവും എല്ലാ നേതാക്കൾക്കും മന്ത്രിയും MLA-യും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാലം കഴിയുമ്പോൾ മനുഷ്യൻ മാറിക്കൊടുക്കണ്ടേ? അടുത്ത ആളുകൾ വരണ്ടേ? മന്ത്രി MLA ആക്കുന്നത് മാത്രമല്ലല്ലോ അടുത്ത ആൾ വരുമ്പോഴേക്കും ഉടനെ അടിച്ചു കൊടുക്കുക. STP ചാപ്പ അടിച്ചു കൊടുക്കുകയാണ്. STP ചാപ്പ അടിച്ചു കൊടുക്കാൻ മുന്നിൽ നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ത്യാഗം സഹിച്ച ആളാണ്. സാറേ, എല്ലാവരും ത്യാഗം സഹിച്ച മനുഷ്യന്മാരല്ലേ? ഈ പാർട്ടിയിൽ മുൻനിരയിൽ നിന്ന ഇത്രത്തോളം ഇപ്പൊ അടിയന്തരാവസ്ഥയിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട എത്ര മനുഷ്യർക്ക് സുധാകരന്റെ 100-1 പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യന്മാരെ നമുക്ക് അറിഞ്ഞൂടെ? ജി സുധാകരൻ സാർ എല്ലാവരെയും പോലെ അല്ല. എന്നെ പോലെയാണോ ജി സുധാകരൻ സാർ? അല്ലല്ലോ. ഞാൻ പറയുന്നത് ജി സുധാകരന്റെ വഴിയിൽ തന്നെ താങ്കൾക്ക് പരിഗണന നൽകി വന്നതാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും താങ്കൾ പറയുന്നത് BJP ആണ് മതനിരപേക്ഷ പാർട്ടി എന്നാണ് പറയുന്നത്, CPM അല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി പറയാൻ അർഹതയുണ്ടോ ശ്രീ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ താങ്കളുടെ വ്യക്തിപരമായ കാര്യം പറയല്ല. പക്ഷേ താങ്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാകുന്നു. പാർട്ടിയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. പാർട്ടിയാണ് ആ വീട്ടിൽ പോയി സംസാരിക്കുന്നത്. പാർട്ടിയാണ് ആ കല്യാണം നടത്തുന്നത് അല്ലേ?
താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വ്യക്തിപരമായ അനുഭവത്തിൽ പോലും അല്ല. ആ മതനിരപേക്ഷ മൂല്യങ്ങൾ അല്ല. പിടിച്ചു നിർത്തിയ പാർട്ടിയാണ് അല്ല. പാർട്ടി അല്ലേ? പാർട്ടിയല്ല വീട്ടിൽ പോയി സംസാരിച്ചിട്ടില്ല, പാർട്ടിയല്ല കല്യാണം നടത്തിയത്. പിന്നെന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യ പാർട്ടിയൊന്നും പോയി പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കേണ്ടി വരുന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കൾ പാർട്ടിയല്ല ദുരിതം ഉണ്ടാകുമ്പോൾ വിവാഹം പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പോലീസല്ലേ പരാതി കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ? ഞങ്ങൾ രണ്ടുപേരും സജീവമായി പാർട്ടി പ്രവർത്തനത്തിലുള്ളത് കൊണ്ടാണ് പരാതി കൊടുത്തത്. സാർ, ഞാൻ ചോദിക്കുന്നത് പോലീസിലോ കോടതിയിലോ ഒന്നും പരാതി കൊടുത്തില്ലല്ലോ, പാർട്ടിക്കല്ലേ പരാതി കൊടുത്തത്. എക്സാക്ട്ലി പാർട്ടി ചോദ്യം ഒരു അതാണ്. അന്വേഷണ കമ്മീഷൻ പോലും വെക്കാതെ, ഒരു ചോദ്യം അന്വേഷണം അതാണ്. പോലും നടത്താതെ എന്നെ നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. എക്സാക്ട്ലി ചോദ്യം അതാണ്. ഇപ്പൊ താങ്കളുടെ ഭാര്യയ്ക്ക് പറഞ്ഞത് താങ്കൾ മനസ്സിലായോ? മർദ്ദനം ഏൽക്കേണ്ടി വരും. സാധാരണ സാധാരണ നേരെ ഒരാളെ പോലീസ് സ്റ്റേഷനിലേക്കാണ് നടപടിയെടുക്കുന്നത് പോകുന്നത്. എങ്ങനെയാ? ഇത് ആ സ്ത്രീ പോകുന്നത് ഒരാൾ- പാർട്ടിയിലേക്കാണ്. ഒരാൾ- പാർട്ടി അത്ര ഒരാൾക്കെതിരെ വിശ്വസ്തമായ ഒരു പരാതി സംവിധാനമായോണ്ടാണല്ലോ അങ്ങയുടെ ഭാര്യയ്ക്കും ആ പ്രസ്ഥാനം. അതുകൊണ്ടാണല്ലോ പാർട്ടിയിലേക്ക് പരാതിയുമായി പോകുന്നത്. ഞാൻ പറയട്ടെ ആഷ്മി, എനിക്കെതിരെ പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തു. പാർട്ടി എന്താ, സാധാരണ ഒരു പാർട്ടിക്ക് ഭരണഘടന ഉണ്ടല്ലോ, പാർട്ടി എന്താ ചെയ്യേണ്ടത്? പാർട്ടി ആദ്യം ഒരു ഏരിയ കമ്മിറ്റി കൂടി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കണം. ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം വീണ്ടും ഏരിയ കമ്മിറ്റി കൂടി നടപടി എടുക്കണം തെറ്റുകാരനാണെങ്കിൽ. എനിക്കെതിരെ ഉണ്ടായത് എന്താ? ഭാര്യയുടെ പരാതി മേടിച്ച് വെക്കുന്നു, പിറ്റേന്ന് ഏരിയ കമ്മിറ്റി കൂടുന്നു, എന്നെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണോ ഒരു രീതി? പിന്നെ അതല്ലേ രീതി? ബോധപൂർവ്വമല്ലേ? അതല്ലേ രീതി എന്ന് പറഞ്ഞാൽ ഒരു അതല്ലല്ലോ രീതി. സാർ, അതല്ല രീതി. പാർട്ടി ഇപ്പൊ പെൺകുട്ടി എനിക്കെതിരെ ഒരു പരാതി ഉണ്ടായാൽ ഒരു പെൺകുട്ടി ആദ്യം ചെയ്യേണ്ടത് താങ്കളെ പോലെ ഏരിയ തന്നെ കമ്മിറ്റി യോഗം പാർട്ടിക്ക് ചേർന്ന് പ്രിയങ്കരിയായ ഒരു ഒരു പെൺകുട്ടി. അന്വേഷണ കമ്മീഷനെ വെക്കണം, അത് അന്വേഷിക്കാൻ. അങ്ങനെയല്ലോ ഇപ്പൊ താങ്കളെ പോലെ തന്നെ പ്രിയങ്കരിയായ അങ്ങനെയല്ലോ. പാർട്ടിക്ക് ഒരാൾ പ്രിയങ്കരിയായ ഒരു നേതാവ് നേതാവാണ്. ആഷ്മിക്കെതിരെ ഞാൻ ഒരു കാര്യം, ഒരു സെക്കൻഡ്. ആഷ്മിക്കെതിരെ ആഷ്മി ഒരു CPM പ്രവർത്തകനാണെങ്കിൽ ആഷ്മിക്കെതിരെ ഭാര്യ ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു. ആ പരാതി കിട്ടിയാൽ പിറ്റേ ദിവസം ഏരിയ കമ്മിറ്റി കൂട്ടി നടപടിയെടുക്കുകയല്ല വേണ്ടത്. അതിനെക്കുറിച്ച് ഒരു പാർട്ടി ഒരു അന്വേഷണം നടത്തണ്ടേ? അന്വേഷണ കമ്മീഷൻ വെക്കണ്ടേ? അല്ല സാർ, പ്രൊവൈഡഡ് ആ റിപ്പോർട്ട് മേടിക്കണ്ടേ? അല്ലല്ല പ്രൊവൈഡഡ് എന്റെ ഭാര്യ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണെങ്കിൽ താങ്കൾ പറയുന്ന ലോജിക്കുണ്ട്. താങ്കളുടെ കാര്യം അങ്ങനെയല്ല. താങ്കളുടെ കാര്യം താങ്കളെ പോലെ തന്നെ പാർട്ടിക്ക് പ്രിയങ്കരിയാണ് താങ്കളുടെ ഭാര്യ അല്ലേ? താങ്കളുടെ മുൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ്, നേതൃത്വ ഒരാളാണ് താങ്കളുടെ ഭാര്യ അല്ലേ? ആ ഭാര്യ കൊടുക്കുന്ന പരാതി CPM വിശ്വസിക്കുന്നതിനാണ്. ആ പരാതി കൊടുത്താൽ പിറ്റേ ദിവസം ഈ കമ്മിറ്റി കൂടി നടപടി എടുക്കുന്നതല്ലോ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? അത് സത്യസന്ധമാണോ? ആ ആരോപണം ശരിയാണോ എന്ന് അന്വേഷണം നടത്തണ്ടേ? ഭാര്യയുടെ വാക്ക് കേട്ട് മാത്രമല്ലല്ലോ നടപടി എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഈ രാജ്യത്ത് എന്ത് നടക്കും? ഈ പാർട്ടിക്കകത്ത് എങ്ങനെ നടക്കും? ശരി, അപ്പൊ അതിലെ അതൃപ്തി താങ്കളുടെ പുറത്തേക്ക് പോക്കിന് കാരണമാവുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന നരേന്ദ്രമോദിയോട് ആകർഷണമായി പോവലാണെന്ന് അത് പറയുമ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ ആഷ്മി? അതും ഇതുമായി എന്റെ ഇപ്പൊ പുറത്തേക്കുള്ള പോക്കുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പാർട്ടിയിലേക്ക് തിരികെ വന്നിട്ട് ഇപ്പൊ 1 വർഷത്തിലധികമായി. എനിക്ക് പാർട്ടി അംഗത്വം കിട്ടിയിട്ട് 1 വർഷത്തിലധികമായി. അതും ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് ആ പരാതി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനും പറ്റില്ല. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ താങ്കൾ അല്പസമയം തുടരണം. ഞാൻ കുറച്ച് കൂടുതൽ വ്യക്തിപരമായി പോയെങ്കിൽ ക്ഷമിക്കണം.